പാലക്കാട് മേനോൻപാറയിലെ മദ്യനിർമ്മാണ പ്ലാന്റ് വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നത. എലപ്പുള്ളി വിഷയത്തിൽ എതിർ നിലപാടെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ജവാൻ ഡിസ്റ്റിലറിക്ക് അനുകൂലമായതിലാണ് ഇപ്പോൾ വിമർശനം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് അപ്പുക്കുട്ടന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. 24 എക്സ്ക്ലൂസീവായി വാർത്ത നൽകുക. മലബാർ ജവാനെത്തുമ്പോണ്ട് അപ്പൊ പ്ലാന്റ് മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് നടത്തുന്നുണ്ട്. അപ്പൊ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കുന്ന സ്ഥലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് MLA നേതൃത്വത്തിൽ രേവതിയും പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മദ്യത്തിനെതിരെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരും BJPക്കാരും ഇപ്പോ നമുക്കൊരു അടിയായി മാറി. ഈ ന്യൂസ് ഫോട്ടോത്തിൽ വലിയ ഫോട്ടോത്തിൽ കാണുന്നത് ഞാൻ അറിയിച്ചാണ്. ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്, എന്താണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിൽ ഇത്തരത്തിൽ ഈ വിഷയം ഇപ്പോൾ ചർച്ചയായി വന്നിരിക്കുന്നത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഈ വിഷയം ചർച്ചയായി വരിക മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഈ മലബാർ ഡിസ്റ്റിലറിയിൽ തുടങ്ങാനിരിക്കുന്ന ജവാൻ നിർമ്മാണശാലയ്ക്ക് അനുകൂലമായ നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു അടക്കം സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്ഥലം പ്രഭാകരൻ MLA സന്ദർശിച്ച സമയത്ത് രേവതി ബാബു എലപ്പുള്ളി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഒക്കെ പ്രസിഡന്റായ അവരും ഉണ്ടായിരുന്നു. എന്തായാലും ഈ രേവതി ബാബു അവിടെ പങ്കെടുക്കുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിലൊരു ഭിന്നത. കോൺഗ്രസിൽ നിലവിൽ എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിൽ ജലചൂഷണം എന്നാണ് കോൺഗ്രസ് അത്തരത്തിൽ അഭിപ്രായപ്പെട്ടാണ് അല്ലെങ്കിൽ ആരോപിച്ചാണ് വലിയ തോതിലുള്ള ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുള്ളത്. സ്വാഭാവികമായി ഈ ബ്രൂവറി വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും മറ്റ് വിഷയങ്ങളിൽ വേറൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന ആക്ഷേപമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഉയർത്തുന്നത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, പാർലമെന്ററി പാർട്ടി ലീഡറായ അപ്പുക്കുട്ടനാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ മലബാർ ഡിസ്റ്റിലറിയിൽ ഏതാണ്ട് പ്രതിദിനം 1 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം വേണ്ടിവരും. ഈ ജവാൻ മദ്യ നിർമ്മാണത്തിന് വേണ്ടി 1 ലക്ഷത്തിലധികം ലിറ്റർ മദ്യം വേണ്ടിവരും. ഇത് ജലചൂഷണമല്ലേ എന്നാണ് കൃത്യമായ രീതിയിൽ ചോദ്യമായി ഉന്നയിക്കുന്നത്. എന്തായാലും ജവാൻ മദ്യനിർമ്മാണ ഫാക്ടറി അല്ലെങ്കിൽ ഡിസ്റ്റിലറി തുടങ്ങാനിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്നത് ജൂലൈ 7-നാണ്. ഈ ഒരു ഘട്ടത്തിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്ന് BJP അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ രേവതി ബാബുവിനും കോൺഗ്രസ് പാർട്ടിക്കും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണെന്നാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും പഞ്ചായത്ത് അംഗവുമായ സന്തോഷ് അറിയിച്ചത്.